വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ജർമ്മനിയിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ പോകാൻ പോകുന്ന സ്ഥലമാണ് ഹൈഡൽബർഗ്. കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബസ്സിൽ വന്ന് ഇറങ്ങി ഇനി നമ്മൾ ട്രെയിനിലാണ് അങ്ങോട്ട് പോകുന്നത്. ഈ ട്രെയിൻ പറയുന്ന പേരാണ് എസ് ബാൻ. ഹാനിന് പനിയാ. എവിടെ പോകുന്നറിയോ? അവിടെ എന്നാ ഉള്ളത് കാണാൻ? അവിടെ മല, ബെർഗ് എന്ന് പറഞ്ഞാൽ മല എന്താണ്, ഹേഡൻബർഗ്, ഐസ്ബർഗ് എന്നൊക്കെ പറഞ്ഞാൽ മല, ഐസ് കൊണ്ടുള്ള മല. ഹേഡൻ എന്ന് പറഞ്ഞാൽ കല്ല്, കല്ലിന്റെ മല. ഹേഡൻ എന്ന് പറഞ്ഞാൽ സ്ഥലമാണ്. ഇതാണ് ഒറിജിനൽ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ഇവിടുത്തെ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഐസ് ട്രെയിൻ. ഏറ്റവും ഫാസ്റ്റസ്റ്റ്. മാൻഹൈമിൽ നിന്ന് വേറെ വണ്ടി ഇത് ഫ്രാങ്ക്ഫർട്ട് റെയിൽവേ സ്റ്റേഷൻ. ഇത് ലോക്കൽ ട്രെയിൻ RE ഉണ്ട്, RB ഉണ്ട്. നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന REയിലാണ്. കുറച്ചും കൂടെ ഫാസ്റ്റസ്റ്റ് ആണ് RBക്കാളും. ഇത് റീജിയണൽ ട്രെയിൻസ് ആണ് ഇവിടുത്തെ. മറ്റേ ട്രെയിൻസ് ഒക്കെ നമുക്ക് എടുക്കണമെങ്കിൽ കുറച്ച് കൂടി അതിന് ടിക്കറ്റ് അധികമാണ്. നമുക്ക് ലോക്കലായിട്ടുള്ള മന്ത്ലി ടിക്കറ്റ് വെച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ട്രെയിനാണിത്. നമുക്ക് പിന്നെ ഒരൊറ്റ പേയ്മെന്റേ ഉള്ളൂ. ഒരു മാസത്തേക്ക് ജർമ്മനി എവിടെയാണ് യാത്ര ചെയ്യാൻ പറ്റും. ട്രെയിനിലും ബസ്സിലും അല്ലാതെ ചില ട്രാമുണ്ട്, വിമാനമുണ്ട്, അങ്ങനെയൊക്കെ എല്ലാത്തിലും. ഫസ്റ്റ് ക്ലാസ് ആണ്. കുറച്ച് മാത്യു ഇതിനപ്പുറത്തെ സ്പേസ് ഉണ്ടോ? വഴി തെറ്റുന്ന ഉറപ്പാണ്. കോഫി ഷോപ്പിൽ മൊത്തം ബ്രെഡ്, ബണ്ണ്, അതിൻ്റെ വെറൈറ്റി ഉള്ള ഐറ്റംസ് ആണ്. ഇവിടെ ബ്രെഡിൻ്റെ വെറൈറ്റി ഭയങ്കര ഫേമസ് ആണ്. ഹൈഡൽബർഗ് സിറ്റിയുടെ ഫുൾ മിനിയേച്ചർ കാണിച്ചിരുന്നതാണ്. അതാണ് ഈ ടൗൺ. €1 ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ചലിപ്പിക്കാൻ പറ്റും. ട്രെയിനെല്ലാം ഓടുന്നുണ്ടോ? ഗുഡ്സ് ട്രെയിൻ, അത് ഇവിടുത്തെ നമ്മൾ വന്ന ടൈപ്പ് ട്രെയിൻ. ട്രെയിൻ സ്റ്റോപ്പായി. ഇനി ഓടണമെങ്കിൽ ഇനിയും പൈസ കൊടുക്കണം. നിന്നപ്പോ ഞാനവിടെ ഞെക്കി, അപ്പം തുടങ്ങി. ഹനു ട്രെയിൻ ട്രെയിൻ കാർ.
മലകൾ ഇത് ട്രാമാണ് പോണതും ട്രാം. ഗൈസ് വണ്ടിയിൽ ഇടയില്ല ഗൈസ്. നല്ല തിരക്ക്, എങ്ങും വിചിത്രമായ സ്ഥലങ്ങൾ. മറ്റു രീതിയിൽ പറയുന്നത് സഞ്ചാരം പോലെ. നമ്മുടെ ഹൈഡൻബർഗ് സിറ്റി നമ്മുടെ അവിടെ ഉണ്ടല്ലേ. ആണല്ലേ. അപ്പൊ നമ്മൾ കാസിലേക്ക് കയറുക. ഇതൊരു ഗേറ്റാണ്. അടുത്ത് ഇത് കാസ്റ്റില് ഹൈഡൽബർഗ്. അതതിന്റെ വ്യൂ പോയിന്റ്. ഹൈഡൽബർഗ് ബ്രിഡ്ജ് ഇവിടെ നിൽക്കാം. അത് ഹൈഡൽബർഗ് കുന്നും മല. ബ്രിഡ്ജ്. ഇത് കാസ്റ്റില് ഫുൾ ഹൈഡൽബർഗ് സിറ്റിയാണ്. ഇതിന്റെ മേളിൽ നമുക്ക് കംപ്ലീറ്റ് സിറ്റി കാണാം. കുറച്ചും കൂടെ നീങ്ങിട്ട് കാണിക്കാം. ആ സൈഡ് കാണാൻ പറ്റുന്നില്ല. അനു ഇഷ്ടായോ? കിളിയുടെ പറഞ്ഞ ഇറക്കാണ് അവൻ്റെ. നല്ല രസമുണ്ട്. ഇവിടെ മഞ്ഞ് കയറിയാലും നല്ല രസമാണ് ഇങ്ങനെ കാണാനുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ മഞ്ഞ് ഇതുവഴി ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ മഞ്ഞ് കിടക്കുന്നതാണ്. ആ പള്ളിയിൽ നമുക്ക് പോവാം അല്ലേ? നമ്മൾ വന്നു കഴിക്കണ്ട പള്ളി അത്. ഈ പള്ളിയുടെ തലയിൽ കോഴി ഇരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ പള്ളിയുടെയും ഇല്ല, കോഴിയുള്ള പള്ളിയാണെങ്കിൽ റോമൻ അങ്ങനത്തെ പള്ളിയിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് വാറൊക്കെ ഉണ്ടായപ്പം അവരറിയാൻ വേണ്ടി അങ്ങനെ എന്തോ ചെയ്തേക്കുന്നതാണ്. 5 മണിയൊന്നും ആയില്ലേ ഇപ്പൊ? 4 ഇല്ല, അത് കൂടുതലാക്കണം. ഇപ്പൊ എത്രയും കാണോ? ചേച്ചി വീക്കെൻഡ് മറ്റേ അതിന്റെ പേര് അതിനൊരു ഇത് പറയുന്നത് ഔട്ട് ഹൗസ് പോലത്തെ സെറ്റപ്പ് എല്ലായിരിക്കും ഇത്. കോട്ടേജ് പോലത്തെ അതിനൊരു പേര് പറയുന്നത് ഞാനും മറന്നു. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടുത്തെ മലയാളം.
നമുക്ക് എന്താ മുകളിലത്തെ വ്യൂ എന്ന് നോക്കാം. അയ്യോ ഒന്നുമില്ല ഇത്, ഒന്നുമില്ല ഗൈസ്. ഞെട്ടി. അതുപോലെ തന്നെ പരന്ന് കിടക്കുന്ന സ്ഥലം. കണ്ടങ്ങാട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ കൊട്ടാരത്തിന്റെ ഏതോ ഒരു സൈഡാണ് ഗൈസ്. അടുത്തേക്ക് പോയി നോക്കാം. താഴേക്ക് അതാണ് ഇവിടുത്തെ ബുണ്ടസ്ലാൻഡ്. ബുണ്ടസ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റ്സ് ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഹൈഡൽബർഗിന്റെ സ്റ്റേറ്റ് ബാഡൻ വുട്ടൻബർഗ്. അതിന്റെ ഫ്ലാഗ് ആണ് കാണുന്നത്. ഓരോ സ്റ്റേറ്റിനും ഓരോ ഫ്ലാഗിന് വ്യത്യാസമുണ്ട്. നമ്മുടേത് ഹെസനാണ്. ഹെസന്റേത് ബ്ലൂവും റെഡും ഉള്ള ഒരു കളറാണ്. ഇതാണ് നമ്മുടെ കാസിലേക്ക് കയറുന്ന മെയിൻ ആയിട്ടുള്ള എൻട്രൻസ്. ഇവിടെ ഒരു കഫേ ഉണ്ട്. പക്ഷെ ഇവിടെ ജസ്റ്റ് ജർമ്മൻസിന്റെ ഫുഡ് ലൈക്ക് കഫേയും ബ്രെഡും ഒക്കെ മാത്രമേ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇവിടുന്ന് കഴിക്കാനുള്ള ഉദ്ദേശമില്ല. നമുക്ക് താഴെ ചെന്നിട്ട് വേറെ റെസ്റ്റോറൻറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാം. ട്രാൻസ്പോർട്ടേഷൻ്റെ യൂസ് ചെയ്തതിൻ്റെ ട്രാക്കാണ്. പണ്ട് ഈ കാസിൽ ഉപയോഗിച്ചിരുന്നാണ് തോന്നുന്നത്. താഴെ സാധനങ്ങൾ മുകളിലെത്തിക്കുന്ന എന്തോ ഫ്രണ്ടിൽ പോയി നോക്കാം. മാതാവ് ഞാൻ നോക്കട്ടോ. പാട്ട് സുവനീർ അല്ലേ? അല്ല ഇതല്ലേ ഇതിനകത്ത്. വൈൻ കളക്ഷനൊക്കെയാണ്. ഇതിന് 100 ml 390. എർത്ത് ബിയർ എന്നുള്ളത് സ്ട്രോബെറിയുടെ ആയിരിക്കും. പിന്നെ ഓരോ ഇവിടെ എല്ലാം സ്ട്രാസ എന്ന് പറയുന്നത്. സ്ട്രീറ്റിന് പറഞ്ഞ സ്ട്രീറ്റിന് സ്ട്രാസ എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ പഴയ ഓൾഡ് സിറ്റിയാണ്. ഓൾഡ് ബിൽഡിംഗ് 1836 ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റി. ഈ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവർക്കും ഈ ഡോണർ ബോക്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഡോണർ ബോക്സ് തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. എടാ ഐഡിയ അല്ലെങ്കിൽ ബീഫ് ട്രൈ ചെയ്യാം. ജർമ്മൻ പറയണം. ട്രൈ ചെയ്യാം. വെറുതെ 2 പൈസ ആവുള്ളൂ. അത് പല രീതിയിലാണ്.
ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായത്. ഇഷ്ടമായോ ഇവിടെ? ഹാനു അയ്യാണ്ടായി എന്നുള്ളൊരു സങ്കടം. ഇനി നമുക്ക് ഇവിടെ പോയിട്ട് ഒരു സൺസെറ്റും കൂടെ കാണണം. സൺസെറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനാണ് നമ്മുടെ ഒരു തീരുമാനം. റിവർ സൈഡിലോട്ട് പോകാം. എന്താ വരുന്നത് ഇത്? അതോ അത് ആഴത്തിലിട്ടേക്കുന്ന രാത്രി വരുമ്പോഴത്തേക്കും സിഗ്നലാണോ? ഒരു ആഴം അത്. അങ്ങ് ബാക്കിൽ കാണുന്ന പാലം കണ്ടോ? ആ പാലത്തിൽ കയറാനാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഹൈഡൽബർഗ് പാലം നൈസാണ്. ഫുള്ള് ബെർഗ് എന്ന് പറഞ്ഞ മല. ഇത് കണ്ടോ, ചുറ്റും ഫുള്ള് മലകളാണ്. സൈഡാണ്. പിന്നെ ഇവിടുത്തെ തന്നെ ഈ ബിൽഡിംഗ് എല്ലാം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. അതാണ് ഹൈഡൽബർഗ് കോളേജ്. ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ടോ? ആ സെബിൻ എന്തി? സെബിൻ കോളേജ് ബിൽഡിങ്സ് എല്ലാം കണ്ടോ? എന്ത് രസമായിട്ടാണ്. ഇതെല്ലാം ഒരു പ്രത്യേക രീതിയിലുള്ള കൺസ്ട്രക്ഷൻ. അകത്തോട്ട് കാണും, അകത്തോട്ട് കാണും. ഞങ്ങളുടെ അങ്ങനെ തന്നെയാണ്. കോളേജ് തൊട്ടപ്പുറത്ത് വീട്. അപ്പാർട്ട്മെന്റ് പോലൊക്കെ കയാക്കിങ്ങുള്ള ആൾക്കാർ. ഇറങ്ങി ഇറങ്ങി തണുപ്പടിക്കാതിരിക്കാൻ ഞാൻ സ്വെറ്റർ പിടിച്ചു. സിഗ്നൽ വന്നപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാണ്. ക്രോസ് ചെയ്ത് ആ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് പാലത്തിൽ കയറാൻ പറ്റും. ഒരു ഡ്രീം കൂടെ നടക്കുന്ന പോലെ തോന്നും ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ, ബിൽഡിങ്ങുകളൊക്കെ കാണും. ഇതൊരു ചൈന റെസ്റ്റോറൻറ്റാണ്. ഇത്രയും വലിയ റെസ്റ്റോറൻറ്റാണ്. നോക്കി, ഇതൊരു ഹോട്ടലാണ്. വീഡിയോ എടുക്കാനാണെങ്കിൽ നേരമുണ്ട്, തീരത്തില്ല. പനയെ കളിക്കുന്നുണ്ട്, എന്ത് മതിയാണ്. നമ്മൾ ബ്രിഡ്ജ് എത്തി. അങ്ങൊരു കൊടി കണ്ടോ? നമ്മൾ അവിടെയാണ് പോയിട്ട് വന്നത്. അവിടെ നിന്നാണ് ഇറങ്ങി താഴോട്ട് വന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നൈറ്റ് ലൈഫ് അടിപൊളിയായിരിക്കും തോന്നുന്നു. ആ സ്ട്രീറ്റിൽ കൂടെ നടക്കാനായിട്ടല്ലേ? നമ്മൾ ഈ ഗോവയിലൊക്കെ നടക്കുന്ന പോലെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള സ്ട്രീറ്റ് ആയിരിക്കും. ഈ ബ്രിഡ്ജിലേക്കുള്ള മെയിൻ എൻട്രൻസ് ആണ്. ഇവിടെ നിന്നൊക്കെ മാർക്കറ്റിലേക്ക് ഉള്ള വഴികളുണ്ട്. നമ്മൾ ബ്രിഡ്ജിലോട്ട് കയറുക. അടിപൊളി വ്യൂ കാണാൻ പറ്റും. കുറച്ചുകൂടെ ക്യാസിൽ നിന്നപ്പോൾ തന്നെ ഇവിടുത്തെ നല്ല വ്യൂ ഉണ്ട്. അങ്ങോട്ട് നോക്കാം ബാക്കിൽ കണ്ടോ? ആ കോട്ട, അവിടെയാണ് നമ്മൾ മുന്നേ നിന്നത്. നമ്മളിവിടുന്ന് അവിടെ കയറിയിട്ട് വീണ്ടും തിരിച്ചറിയാം. ഷാപ്പ് എവിടെ? പോടാ, കളിപ്പിക്കല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ക്യാസിൽ കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇപ്പോൾ സമയം 7 മണിയായി. അപ്പോൾ അടുത്ത വണ്ടി പിടിച്ചാൽ നേരത്തെ വീട്ടിൽ ചെല്ലാം. 8 മണിയായി. ആ ഓക്കെ. അപ്പം 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. Cheers to Heidelberg.
ഇതെൻ്റെ അളിയൻ ഡിമിൽ മാത്യു. അതിൻ്റെ മറ്റേ അളിയൻ സെബിൻ ജബാ കുര്യാക്കോസ്. മറ്റേ എൻ്റെ ഭാര്യ ടാനിയ മാത്യു. ആനുവിന് വയ്യ. അപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ നിന്ന് തിരിച്ചു പോവാണ്. അപ്പം ബസ് ഓടിച്ചാൽ ഒരു 10-11 മണിയാകുമ്പോൾ നമുക്ക് വീട്ടിൽ ചെല്ലാം. അപ്പം ഭയങ്കര അടിപൊളി ഒരു ദിവസമായിരുന്നു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു സ്വപ്ന ലോകത്ത് സഞ്ചരിച്ച പോലെ തോന്നി ഇവിടെ വന്നിട്ട് പോയപ്പോൾ. എന്താണേലും വർത്ത് വിസിറ്റിംഗ് ആണ്, നല്ല രസം. അപ്പം നമുക്ക് ഇനി വേറെ വീട്ടിൽ കാണാം. ജർമ്മനിയിൽ കൂടുതൽ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ സീ യു, ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ജർമ്മനി പട്ടി എടുക്കും. ഇനി എന്താ ഊരാൻ പോകുന്നത്?